നമസ്തേ. +2 എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുവാൻ പോകുന്നത് റിലേഷൻ ആൻഡ് ഫംഗ്ഷനകത്തെ ബൈനറി ഓപ്പറേഷനെ പറ്റിയാണ്. അപ്പോൾ എന്താണ് ഒരു ബൈനറി ഓപ്പറേഷന്റെ ഡെഫിനിഷൻ എന്ന് ആദ്യം നോക്കാം. ഒരു ഓപ്പറേഷൻ സ്റ്റാർ, നമ്മൾ സാറിന് പ്ലസ് മൈനസ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഇവിടെ നമ്മൾ ഓപ്പറേഷനെ ഡിനോട്ട് ചെയ്തിരിക്കുന്ന സിമ്പൽ സ്റ്റാർ ആണ്. An operation star on a set A is said to be a binary operation if this star is a function from A cross A to A. അപ്പോൾ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ എ എന്ന് പറയുന്ന സെറ്റിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ആ ഓപ്പറേഷൻ ഒരു ബൈനറി ഓപ്പറേഷൻ ആകണമെങ്കിൽ അതെന്തായിരിക്കണം? എ ക്രോസ് എയിൽ നിന്നും എയിലോട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കണം. അപ്പൊ ഫംഗ്ഷനെ പറ്റി നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാ. എന്താ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ? ആദ്യത്തെ സെറ്റിലെ എല്ലാ എലമെന്റ്സിനും രണ്ടാമത്തെ സെറ്റിൽ ഒരേ ഒരു ഇമേജ് ഉണ്ടായിരിക്കണം അല്ലേ? അപ്പൊ ഇവിടെ നമ്മുടെ ഓപ്പറേഷൻ എ ക്രോസ് എയിൽ നിന്നും എയിലോട്ടുള്ള ഫംഗ്ഷൻ ആവണം എന്നാണ് പറയുന്നത്. എ ക്രോസ് എയിലെ എലമെന്റ്സിന്റെ പ്രത്യേകത എന്താ? എ ക്രോസ് എയിലെ എലമെന്റ്സ് എല്ലാം ഓർഡേഡ് പെയേഴ്സ് ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലെ? അപ്പൊ നമുക്ക് പറയാം ഈ സ്റ്റാർ എന്ന് പറയുന്നത് എ ക്രോസ് എയിൽ നിന്നും എയിലോട്ടുള്ള ഒരു ഫംഗ്ഷൻ ആകണമെങ്കിൽ എ ക്രോസ് എയിലെ ഏത് ഓർഡേഡ് പെയർ എ ബി എടുത്താലും അതിന് ഇപ്പറേ എയിൽ ഒരേ ഒരു ഇമേജ് ഉണ്ടായിരിക്കണം. എ ക്രോസ് എയിലെ എല്ലാ ഓർഡേഡ് പെയർസിനും അപ്പറേ ഇമേജ് ഉണ്ടായിരിക്കണം. ഓരോന്നിനും അപ്പറേ ഒരു ഇമേജ് ഉണ്ടാവാൻ പാടുള്ളൂ. എന്നാലേ അത് എന്തായി മാറുള്ളൂ? ഫംഗ്ഷൻ ആയിട്ട് മാറത്തുള്ളൂ അല്ലെ? അപ്പൊ നമുക്ക് എന്താ ഡെഫിനിഷൻ പറയുന്നത്? ആൻ ഓപ്പറേഷൻ സ്റ്റാർ ഓൺ എ സെറ്റ് എ ഈസ് സെഡ് ടു ബി എ ബൈനറി ഓപ്പറേഷൻ if it is a function from a cross a to a എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? every ordered pair in a cross a should have one and only one image in a ആയിരിക്കണം. ക്ലിയർ ആയോ? ഇനി നമ്മൾ വർക്കൗട്ട് എക്സാമ്പിൾ 29 ഒന്ന് നോക്കാം. വർക്കൗട്ട് എക്സാമ്പിൾ 29 അവിടെ നമ്മളോട് പറയുന്നത് ഷോ ദാറ്റ് addition, subtraction and multiplication are binary operation on R, but division is not a binary operation on R. Further show that division is a binary operation on the set R plus of non-zero real numbers എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളോട് ആദ്യം പറയുന്നത് 3 ഓപ്പറേഷന്റെ കാര്യം പറയുന്നുണ്ട്. ഒന്ന് പ്ലസ്, ആദ്യം പറഞ്ഞിരിക്കുന്നത് പ്ലസ് ആണ്. ഈ അഡീഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ എവിടെയാ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിലാണ് അല്ലെ? അതായത് ക്യാപിറ്റൽ ആ. അപ്പൊ ഈ അഡീഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ ഒരു ബൈനറി ഓപ്പറേഷൻ ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ അഡീഷൻ എന്ന് പറയുന്നത് ആറിൽ ഒരു ബൈനറി ഓപ്പറേഷൻ ആകണമെങ്കിൽ നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് നമുക്ക് എന്ത് പറയാം? ഈ അഡീഷൻ എന്ന് പറയുന്നത് ആർ ക്രോസ് ആറിൽ നിന്നും ആറിലോട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം അല്ലെ? ഫംഗ്ഷൻ ആകണമെങ്കിൽ എന്ത് നോക്കണം? ആർ ക്രോസ് ആറിലെ ഏത് ഓർഡേഡ് പെയറിനും കറസ്പോണ്ടിങ് ആയിട്ട് അപ്പറേ ഒരേ ഒരു ഇമേജ് ഉണ്ടോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഓപ്പറേഷൻ പ്ലസ് ആണ്. ഈ പ്ലസ് ആർ ക്രോസ് ആറിൽ നിന്നും ആറിലോട്ട് ഡിഫൈൻ ചെയ്യുന്നതിനെ നമുക്ക് ഇങ്ങനെ എടുക്കാം. ഓർഡേഡ് പെയർ എ ബി മാർക്സ് ടു അതിന്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ആണ്. കാരണം എന്താ? നമ്മുടെ ഓപ്പറേഷൻ പ്ലസ് ആണ്. അപ്പൊ ഓർഡേഡ് പെയർ എ ബിയുടെ ഇമേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരിക്കും? എ പ്ലസ് ബി എന്നായിരിക്കും അല്ലെ? അപ്പൊ നമ്മളൊന്ന് ആലോചിച്ചേ, ഈ ആർ ക്രോസ് ആർ ഏത് റിയൽ നമ്പർ വെച്ച് നമ്മൾ ഒരു ഓർഡേഡ് പെയർ എടുത്താലും അതിന്
അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സം തീർച്ചയായിട്ടും കാണും അല്ലെ. ഏത് വേണേലും നമുക്ക് എടുക്കാം. 0 1 എന്നൊരു പെയർ എടുത്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് എന്തായിരിക്കും? 0 + 1 1 വരും. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു ഇമേജ് ഉണ്ട്, ഒറ്റ ഇമേജേ ഉള്ളൂ. വേറെ ഏതെങ്കിലും ഇമേജുകൾ വരുമോ? ഇല്ല അല്ലെ. അതുപോലെ വേറെ ഒരു പെയർ എടുത്തു, സേ -2 1, അതിന്റെ ഇമേജ് എന്തായിരിക്കും? -2 + 1 -1. അപ്പൊ ആ പെയറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇമേജ് ഉണ്ട്, ഒറ്റ ഇമേജേ ഉള്ളൂ അല്ലെ. അങ്ങനെ R × R ൽ നിന്നുള്ള ഏത് ഓർഡേഡ് പെയർ എടുത്താലും അതിനെല്ലാം അപ്പുറേ R ൽ ഒറ്റ ഇമേജേ ഉണ്ടാവത്തുള്ളൂ. എല്ലാവർക്കും ഇമേജ് ഉണ്ട്, ഒറ്റ ഇമേജ് ഓരോരുത്തർക്ക് കാണത്തുള്ളൂ. അപ്പൊ അതെന്തായിക്കോളും? ഫംഗ്ഷൻ ആകും അല്ലെ. ഫംഗ്ഷൻ ആയാൽ അതെന്തായി? ബൈനറി ഓപ്പറേഷൻ ആയി. കറക്റ്റ് ആണോ? അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? corresponding to every ordered pair AB in R × R, there exists a unique image A + B in R. So plus is a function from R × R to R and hence it is a binary operation എന്ന് നമുക്ക് പറയാം. ഇനി അടുത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മൈനസിനെ പറ്റിയാണ് അല്ലെ. സബ്ട്രാക്ഷൻ ആണ് നമ്മുടെ ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സബ്ട്രാക്ഷൻ ആറില് ഒരു ബൈനറി ഓപ്പറേഷൻ ആകണമെങ്കിൽ R × R ൽ നിന്നും ആറിലോട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കണം അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ഓർഡേഡ് പെയർ എ ബിയുടെ ഇമേജ് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഓപ്പറേഷൻ മൈനസ് ആണ്, സോ ഇറ്റ് മാപ്സ് ടു A - B ആയിരിക്കും അല്ലെ. മൈനസ് ഓൺ or minus from R × R to R can be defined by ordered pair AB maps to A - B എന്നായിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കേ, R × R ൽ നമ്മൾ ഏത് ഓർഡേഡ് പെയർ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇമേജ് നമുക്കുണ്ടാവും. അതിന്റെ ഡിഫറൻസ് ആണ് അവിടെ ഇമേജ് അല്ലെ. നേരത്തെ പോലെ ഏത് വേണേലും നമുക്ക് എടുക്കാം. 2 1 എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇമേജ് ഉണ്ട്, 2 - 1 1. അപ്പൊ ഈ പെയറിന് കറസ്പോണ്ടിങ് ആയിട്ട് അപ്പുറേ ആറിനകത്ത് ഒറ്റ ഇമേജേ ഉള്ളൂ. വേറൊരെണ്ണം എടുത്തു, സേ -5 4 എന്ന് എടുത്തു. അപ്പൊ അതിന്റെ ഇമേജ് എന്ത് വരും? -5 -4 -9 ആകും. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇമേജ് ഉണ്ട്, ഒറ്റ ഇമേജേ ഉള്ളൂ അല്ലെ. അപ്പൊ ഏത് ഓർഡേഡ് പെയർ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അപ്പുറേ ഒരൊറ്റ ഇമേജ് ഉണ്ടാവും. അപ്പൊ അത് നമുക്ക് എന്തായിട്ട് പറയാം? ഫംഗ്ഷൻ ആവും അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെ പറയും? corresponding to every ordered pair AB in R × R, there exists a unique image A - B in R, hence minus from R × R to R is a function and hence it is a binary operation എന്ന് പറയും. ഇനി അതേപോലെ നമ്മളോട് അടുത്തത് പറഞ്ഞിരിക്കുന്നത് മൾട്ടിപ്ലിക്കേഷനെ പറ്റിയിട്ടാണ് അല്ലെ. മൾട്ടിപ്ലിക്കേഷൻ ഒരു ബൈനറി ആയിരിക്കുമോ? ഇപ്പൊ എല്ലാവർക്കും ആ ട്രിക്ക് മനസ്സിലായി കാണും അല്ലെ. ഇൻറ്റു ഫ്രം R × R to R എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഓർഡേഡ് പെയർ AB maps to A × B ആയിരിക്കും അല്ലെ. അപ്പൊ ഇതൊരു ഫംഗ്ഷൻ ആണോ? ഏത് ഓർഡേഡ് പെയർ എടുത്താലും അതിനപ്പുറേ ഒരേ ഒരു ഇമേജ് ഉണ്ടായിരിക്കുമോ? -1 × 2, ഇതിന്റെ ഇമേജ് എന്നാ വരും? -1 × 2 എന്നുള്ളത് -2 ആകും. വേറെ 3 4 എടുത്താൽ അതിന്റെ ഇമേജ് 12 ആകും. അങ്ങനെ ഏത് റിയൽ നമ്പർ വെച്ചുള്ള ഓർഡേഡ് പെയർ എടുത്താലും അതിനെല്ലാം അപ്പുറേ ആറിൽ ഒരു ഇമേജ് ഉണ്ട്, ഒറ്റ ഇമേജ് ഉള്ളതായും അല്ലെ. അപ്പൊ അത് എന്താകും? ഫംഗ്ഷൻ ആകും. സോ ഇവിടെ നമുക്ക് എങ്ങനെ പറയാം? corresponding to every ordered pair AB in R × R, there exists a unique image A × B in R, therefore into from R × R to R is a function and hence it is a binary operation. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ബൈനറി അല്ല എന്നാണ് കാണിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ഡിവിഷൻ നമുക്കൊന്ന് എടുത്തു നോക്കാം. ഡിവിഷൻ ഫ്രം R × R to R. അപ്പൊ ഇത് ബൈനറി അല്ല എങ്കിൽ ഇത് ഫംഗ്ഷൻ ആയിരിക്കത്തില്ല, ശരിയല്ലേ? അപ്പൊ ഇത് ഫംഗ്ഷൻ ആകാതിരിക്കണ
ഇവിടെയുള്ള ഓർഡേഡ് പെയർ എടുക്കുമ്പം അതിന് ഏതിനെങ്കിലും അപ്പുറം ഒരു ഇമേജ് ഇല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ഫംഗ്ഷൻ ആവത്തില്ല അല്ലേ. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു പെയർ എടുക്കുവാണ്. സേ 1 0 എന്നൊരു പെയർ എടുത്തു എന്ന് വിചാരിച്ചു. 1 0 എന്നൊരു പെയർ. അപ്പൊ ഇവിടെ എങ്ങനെ നമ്മൾ ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യുന്നത്? ഓർഡേഡ് പെയർ എ ബി ടു എ ബൈ ബി ആയിരിക്കും അല്ലെ. നമ്മുടെ ഓപ്പറേഷൻ ഇവിടെ ഡിവിഷൻ ആണ്. അപ്പൊ ഓർഡേഡ് പെയർ എ ബി മാപ്സ് ടു എ ബൈ ബി എന്നാവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഒരു പെയർ എടുത്തു 1 0. അതിന്റെ ഇമേജ് എന്തായിരിക്കും വരുന്നത്? 1/0 ആണ്. എന്താ 1/0ക്ക് കുഴപ്പം? ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ് ആയിട്ട് പോകും അല്ലെ. അപ്പൊ 1/0 നോട്ട് ഡിഫൈൻഡ് ആണ് എന്ന് പറഞ്ഞാൽ അത് ഈ ആറിനകത്ത് ഉണ്ടാവത്തില്ല. ദാറ്റ് മീൻസ് ഈ ഒരു പെയറിന് അപ്പുറം ഒരു ഇമേജ് ഉണ്ടാവത്തില്ല അല്ലെ. അതുപോലെ ഈ സെക്കൻഡ് എലമെന്റ് 0 ആയിട്ട് വരുന്ന ഒരു പെയേഴ്സിനും അപ്പുറം ഇമേജ് ഉണ്ടാവത്തില്ല. ശരിയല്ലേ? അപ്പൊ പിന്നെ കുറെ പേർക്ക് ഇമേജ് ഇല്ലാതെ നിന്നാൽ ഏതെങ്കിലും ഒരാൾക്ക് അപ്പുറം ഇമേജ് ഇല്ലാതെ പോയാൽ അത് ഫംഗ്ഷൻ അല്ലാതെ ആവും അല്ലെ. അപ്പൊ ഏതെങ്കിലും അല്ലാതെ കാണിക്കാനായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എലമെന്റ് വെച്ചിട്ട് പറഞ്ഞാൽ മതി. അപ്പൊ 1 0 എന്നുള്ളൊരു പെയർ എടുത്താൽ its image is 1/0 not defined ആണ്. That means this ordered pair has no image ആണ്. So it is not a function, hence it is not a binary operation. എല്ലാവർക്കും ക്ലിയർ ആയോ? ഇനി നമ്മളോട് അതിന്റെ എക്സ്ട്രാ ആയിട്ടൊരു പോർഷൻ ചോദിച്ചിട്ടുണ്ട് അല്ലെ. അവിടെ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ആർ സ്റ്റാർ, നമ്മുടെ ആറിന് പകരം ആർ സ്റ്റാർ എന്നുള്ളൊരു സെറ്റ് എടുക്കുക. ആർ സ്റ്റാർ അവർ പറഞ്ഞിരിക്കുന്നത് എന്താ? നോൺ സീറോ റിയൽ നമ്പേഴ്സ് എന്നാണ്. നോൺ സീറോ റിയൽ നമ്പേഴ്സിന്റെ സെറ്റാണ്. ഇങ്ങനെ ഒരു സെറ്റിലാണ് ഡിവിഷൻ എന്ന ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ അത് ബൈനറി ഓപ്പറേഷൻ ആണോ എന്നാണ് നോക്കുന്നത്. അപ്പൊ നമുക്കിപ്പോ ഡിവിഷൻ ഡിഫൈൻ ചെയ്യുന്ന എവിടുന്ന് എങ്ങോട്ടാ? ആർ സ്റ്റാർ ക്രോസ് ആർ സ്റ്റാറിൽ നിന്നും ആർ സ്റ്റാറിലോട്ട് ഡിഫൈൻ ചെയ്തു എന്ന് വിചാരിച്ചു. അപ്പൊ ഇതൊരു ഫംഗ്ഷൻ ആകണമെങ്കിൽ ഇവിടുന്ന് ഒരു ഓർഡേഡ് പെയർ എടുത്താൽ അതിന്റെ ഇമേജ് എ ബൈ ബി ആണ്, ഡിവിഷൻ ആണ്. അപ്പൊ ഏത് ഓർഡേഡ് പെയറിനും കറസ്പോണ്ടിങ് ആയിട്ട് അപ്പുറം ഒരു ഇമേജ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കും. അപ്പൊ ഇവിടെ ആർ സ്റ്റാർ ആയതുകൊണ്ട് അത് നോൺ സീറോ റിയൽ നമ്പേഴ്സ്. അപ്പൊ ഒരിക്കലും ഇവിടെ 0 എന്നൊരു എലമെന്റ് വരികയില്ല. കറക്റ്റ് അല്ലേ? അപ്പൊ 0 എന്നൊരു എലമെന്റ് വരാതിരുന്നാൽ ഇവിടെ സെക്കൻഡ് എലമെന്റ് ഒരിക്കലും 0 ആകാൻ വഴിയില്ല. സെക്കൻഡ് എലമെന്റ് 0 ആയാലേ നമുക്ക് ഇത് അൺഡിഫൈൻഡ് ആയി ഇമേജ് ഇല്ലാതെയൊക്കെ പോകത്തുള്ളൂ അല്ലെ. അപ്പൊ ഇവിടെ അങ്ങനെ ഒരു പ്രോബ്ലം വരുന്നില്ല. എല്ലാം നോൺ സീറോ ആയിട്ടുള്ള എലമെന്റ്സ് ആയിരിക്കും ഓർഡേഡ് പെയർസിൽ. അപ്പൊ എല്ലാവർക്കും കറസ്പോണ്ടിങ് ആയിട്ട് അപ്പുറം ഒരു ഇമേജ് ഉണ്ടാവും. ഇപ്പൊ 1 2 എടുത്താൽ അതിന്റെ ഇമേജ് 1/2. ഇറ്റ് ഈസ് എ റിയൽ നമ്പർ. നോൺ സീറോ ആയിട്ടുള്ളൊരു റിയൽ നമ്പർ ആണ്. കുഴപ്പമൊന്നുമില്ല, ഇതിനവിടെ ഒരു ഇമേജ് ഉണ്ടാവും അല്ലെ. അങ്ങനെ ഏത് ഓർഡേഡ് പെയർ എടുത്താലും അവിടെ 0 ഒരിക്കലും ഒരിടത്തും വരത്തില്ല. അപ്പൊ ഏത് ബാക്കി 2 റിയൽ നമ്പർ വെച്ചിട്ട് നമ്മൾ ഏത് പെയർ എടുത്താലും അതിന്റെ ഡിവിഷൻ എടുത്താൽ, കോഷ്യന്റ് എടുത്താൽ വീണ്ടും ഒരു റിയൽ നമ്പർ ആണ്, നോൺ സീറോ ആയിരിക്കും. സോ വി ക്യാൻ സേ കറസ്പോണ്ടിങ് ടു എവരി ഓർഡേഡ് പെയർ എ ബി ഇൻ ആർ സ്റ്റാർ ക്രോസ് ആർ സ്റ്റാർ there exists a unique image a by b in r star. Hence division is a function from r star cross r star to r star and hence it is a binary operation. Clear ആയോ എല്ലാവർക്കും? ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ ഒന്ന് നോക്കാം. അടുത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എക്സാമ്പിൾ 30 നോക്കണം കേട്ടോ. Show that subtraction and division are not binary operations on n എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണോ? അപ്പൊ ഇവിടെ നമ്മുടെ സെറ്റ് ഒന്ന് മാറി അല്ലെ. റിയൽ നമ്പറിന് പകരം ഇവിടെ സെറ്റ് എന്തായി? നാച്ചുറൽ നമ്പേഴ്സ് ആയി അല്ലെ. അപ്പൊ അവിടെ ആദ്യം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഏത് ഓപ്പറേഷനെ പറ്റിയാ? സബ്ട്രാക്ഷനെ പറ്റിയിട്ടാണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കേണ്ടത് മൈനസ് ഫ്രം n cross n to n എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണോ എന്ന് നോക്കണം. ഫംഗ്ഷൻ ആണെങ്കിൽ അത് ബൈനറി ഓപ്പറേഷൻ ആവും. അപ്പൊ ഇവിടെ
ഫംഗ്ഷൻ ആണോ നോക്കാൻ നമുക്കൊരു പെയർ എടുത്ത് നോക്കാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അപ്പുറം ഒരു ഇമേജ് ഉണ്ടാവുമോ അല്ലെ. അപ്പൊ നാച്ചുറൽ നമ്പർ വെച്ചിട്ട് നമ്മളൊരു പെയർ എടുത്തു. സേ 1 2 ഞാനൊരു പെയർ എടുത്തു എന്ന് വിചാരിച്ചു. അപ്പൊ ഇവിടെ നമ്മുടെ ഓപ്പറേഷൻ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഓർഡേർഡ് പെയർ AB maps to A minus B. മൈനസ് ആണ് നമ്മുടെ ഓപ്പറേഷൻ അല്ലെ. So minus from n cross n to n is defined by ordered pair AB to A minus B. So if we consider the pair 1 2, what will be its image? 1 minus 2. It becomes minus 1, and this minus 1 is not an element of n. ശരിയല്ലേ? അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു? 1 2 എന്നുള്ള പേരിന് ഇമേജ് ഇല്ലാതെ പോയി അല്ലെ. അപ്പൊ ഏതെങ്കിലും ഒരു പേരിന് അപ്പുറം ഇമേജ് ഇല്ലാതെ പോയാൽ അത് ഫംഗ്ഷൻ അല്ല. സോ ഹിയർ ദിസ് മൈനസ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഫ്രം n cross n to n, and therefore it is not a binary operation. മനസ്സിലായോ? അടുത്ത എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? ഡിവിഷനും ബൈനറി അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഡിവിഷന്റെ ഒന്ന് എടുത്ത് നോക്കാം. സോ ഡിവിഷൻ ഫ്രം n cross n to n defined by ordered pair AB to A by B എടുക്കാം അല്ലെ. അപ്പൊ ഇവിടെ നമുക്കൊരു പെയർ എടുത്ത് നോക്കാം. സേ ഇപ്പൊ എടുത്തത് തന്നെ എടുക്കാം വേണമെങ്കിൽ 1 2. 1 2ന്റെ ഇമേജ് എങ്ങനെ വരും? 1/2 എന്നാവും. 1/2 എന്നിനകത്ത് വരുമോ? ഇല്ല അല്ല, അതൊരു നാച്ചുറൽ നമ്പർ അല്ല. സോ ദിസ് ഈസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് n ആയി. സോ ദിസ് ഓർഡേർഡ് പെയർ ഹാസ് നോ ഇമേജ് ആയി. അങ്ങനെ ഒരാൾക്ക് ഇമേജ് ഇല്ല എങ്കിൽ ദാറ്റ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ. സോ division from n cross n to n is not a binary operation. Clear ആയോ? അടുത്ത എക്സാമ്പിൾ ഒന്ന് നോക്കിയേ. അടുത്തത് എക്സാമ്പിൾ 31 അല്ലേ. 30. Show that star from R cross R to R defined by ordered pair AB maps to A plus 4B square is a binary operation എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എല്ലാ റിയൽ നമ്പേഴ്സ് ആണ് നമ്മുടെ ഓർഡേർഡ് പെയറിനകത്ത്. അതിന്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ A plus 4B square. അപ്പൊ നമ്മൾ ആലോചിച്ചാൽ മതി, ഏത് ഓർഡേർഡ് പെയർ റിയൽ നമ്പർ വെച്ച് ഫോം ചെയ്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഫോർമുല ഉപയോഗിച്ച് ഒരൊറ്റ ഇമേജ് അതിന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഒന്നിൽ കൂടുതൽ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ എല്ലാ ഓർഡേർഡ് പെയറിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഇമേജ് കണ്ടുപിടിക്കാൻ പറ്റും. ആ ഒരൊറ്റ ഇമേജ് അവിടെ കാണുള്ളൂ, അല്ലാതെ ഏതെങ്കിലും കാണുമോ? ഇപ്പൊ 1 2 എടുത്താൽ 1 plus 4 into 2 square, or that is 4 into 4 16 17 ഇമേജ്. അപ്പൊ ഈ 1 2 എന്നുള്ള പേരിന് ഈ ഒരൊറ്റ ഇമേജ് എവിടെ കാണുള്ളൂ? 17. അല്ലാതെ വേറെ എന്തെങ്കിലും വരാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഏത് ഓർഡേർഡ് പെയർ എടുത്താലും നമുക്ക് ഇതുപോലെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒറ്റ ഇമേജ് കാണും. അങ്ങനെ എല്ലാ ഓർഡേർഡ് പെയർസിനും ഓരോരുത്തരുണ്ട്. അപ്പൊ അത് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പൊ അവിടെ എങ്ങനെ എഴുതിയാൽ മതി? ജനറലൈസ് ചെയ്ത് പറഞ്ഞാൽ മതി. ഇനി ബൈനറി അല്ലാന്ന് കാണിക്കാനാണെങ്കിൽ നമുക്കൊരു പർട്ടിക്കുലർ ഓർഡേർഡ് പെയർ എടുത്ത് അതിന്റെ ഇമേജ് അവിടെ ഇല്ലാന്ന് കാണിക്കാം. ബൈനറി ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണെങ്കിൽ നമ്മൾ ജനറലൈസ് ചെയ്തങ്ങ് പറയണം. ഒരു എക്സാമ്പിൾ കാണിച്ചേ ഉള്ളൂ. നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? കറസ്പോണ്ടിങ് ടു എവരി ഓർഡേർഡ് പെയർ AB in R cross R, there exists a unique image A plus 4B square in R. So star is a function from R cross R to R, and hence it is a binary operation. മനസ്സിലായോ? ഇനി എക്സാമ്പിൾ 32 നോക്കിക്കേ. എക്സാമ്പിൾ 32. Let P be the set of all subsets of a given set X. Show that union from P cross P to P defined by ordered pair AB maps to A union B, and intersection from P cross P to P
defined by ordered pair AB maps to A intersection B are binary operations on set P. അപ്പോൾ ബൈനറി ഓപ്പറേഷൻ ആദ്യത്തെ കേസ് പി എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന ഏതോ ഒരു സെറ്റിന്റെ എല്ലാ സബ്സെറ്റുകളുമാണ് പി ഡിനോട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ആദ്യത്തെ ഡെഫിനിഷൻ പറഞ്ഞേക്കുന്നത് യൂണിയൻ ഫ്രം പി ക്രോസ് പി ടു പി. എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്? പി എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന സെറ്റിന്റെ രണ്ട് സബ്സെറ്റ് ആണ്. അപ്പൊ ഒരു സബ്സെറ്റ് എ എടുത്തു, ഒരെണ്ണം ബി എടുത്തു. അതിന്റെ ഇമേജ് എങ്ങനെയാ അവിടെ ഡിഫൈൻ ചെയ്തേക്കുന്നത്? അവരുടെ യൂണിയൻ ആണ് അല്ലെ. അപ്പൊ നമ്മള് രണ്ട് സബ്സെറ്റ് എടുത്തു, രണ്ട് സബ്സെറ്റ് എടുത്ത് അവരുടെ യൂണിയൻ എടുത്താൽ വീണ്ടും അവിടെ ഒരു സബ്സെറ്റ് തന്നെ ആയിരിക്കും, ശരിയല്ലേ? ഇപ്പൊ നമ്മൾ എക്സ് എന്ന് പറയുന്ന ഒരു സെറ്റ് 1 2 എന്ന് എടുത്തു. ഇതിന്റെ സബ്സെറ്റ് എന്ന് പറയുന്ന ആരൊക്കെയുണ്ട്? 5 ഉണ്ട്, സെറ്റ് 1 ഉണ്ട്, സെറ്റ് 2 ഉണ്ട്, സെറ്റ് 1 2 ഉണ്ട് അല്ലെ. ഇതാണ് നമ്മുടെ പി എന്ന് പറയുന്നത്. പി എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന സെറ്റിന്റെ എല്ലാ സബ്സെറ്റുമാണ്. അപ്പൊ ഈ സബ്സെറ്റിനുള്ള രണ്ട് പേരാണ് എയും ബിയും. അപ്പൊ എയും ബിയും ഇഷ്ടമുള്ളത് നമുക്ക് എടുക്കാം. ഇപ്പം 1 ഉം 2 സെറ്റ് 1 ഉം 2 ആണ് എയും ബിയും എടുക്കുന്നതെങ്കിൽ അതിന്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ അവരുടെ യൂണിയൻ ആണ്. സെറ്റ് 1ന്റെയും 2ന്റെയും യൂണിയൻ എന്താവും? സെറ്റ് 1 2 ആവും. സെറ്റ് 1 2 വീണ്ടും ഈ പിയിൽ തന്നെ ഉണ്ട് കണ്ടോ. അപ്പൊ ഏത് രണ്ട് എലമെന്റ്സ് അതിന്റെ സബ്സെറ്റ് പോലെ 5 ഉം 1 ഉം ആണ് രണ്ടെണ്ണം എടുക്കുന്നതെങ്കിൽ അവരുടെ യൂണിയൻ എന്ന് പറഞ്ഞാൽ സെറ്റ് 1 തന്നെയാണ്. അത് വീണ്ടും പിയിലുണ്ട് അല്ലെ. അതിന്റെ യൂണിയൻ ആയിട്ട് അവിടെ ഒറ്റ ഒരാളെ നമുക്ക് കാണുള്ളൂ, അത് ഈ പിയിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും. അപ്പൊ ഏത് ഓർഡേർഡ് പെയർ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അവരുടെ യൂണിയൻ എന്ന് പറയുന്നത് ഒരാൾ കാണും, അത് ആ പിയിലായിരിക്കുകയും ചെയ്യും. അപ്പൊ അതും എന്താവും? ബൈനറി ആവും. എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? കറസ്പോണ്ടിങ് ടു എവരി ഓർഡേർഡ് പെയർ എ ബി in P cross P there exists a unique image A union B in P. Therefore this union is a function from P cross P to P and hence it is a binary operation. അതേപോലെ തന്നെയാണ് ഇന്റർസെക്ഷനും അല്ലെ. ഏത് രണ്ട് സബ്സെറ്റ് എടുത്ത് അതിന്റെ ഇന്റർസെക്ഷൻ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഒറ്റ ഇന്റർസെക്ഷനെ നമുക്ക് കാണുള്ളൂ, അത് വീണ്ടും പിയിൽ ഉണ്ടായിരിക്കും, ശരിയല്ലേ? ഇപ്പൊ 5 ഉം 1 ഉം രണ്ട് സബ്സെറ്റ് എടുത്തു. 5ന്റെയും 1ന്റെയും കൂടെ ഇന്റർസെക്ഷൻ എടുത്താൽ വീണ്ടും 5 ആണ്. 5 വീണ്ടും പിക്കകത്തുണ്ട് അല്ല, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 5 ഉള്ളൂ, അത് പിയിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഏത് ഓർഡേർഡ് പെയർ എ ബി എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു യുണീക്ക് ഇമേജ് എ ഇന്റർസെക്ഷൻ ബി പിയിലുണ്ടായിരിക്കും. അതുകൊണ്ട് അതും ഫംഗ്ഷൻ ആകും. സോ അതും ഒരു ബൈനറി ഓപ്പറേഷൻ ആകും. എങ്ങനെ പറയാം? കറസ്പോണ്ടിങ് ടു എവരി ഓർഡേർഡ് പെയർ എ ബി ഇൻ പി ക്രോസ് പി there exists a unique image A intersection B in P. So intersection is a binary operation from P cross P to P. അതൊരു ഫംഗ്ഷൻ ആണ്, അതുകൊണ്ട് അതൊരു ബൈനറി ഓപ്പറേഷനും ആയിരിക്കും. ക്ലിയർ ആയോ? ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കിക്കേ. ഒരു മാക്സിമം മിനിമം എന്നൊക്കെ കിട്ടാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതുകൂടെ നമുക്ക് നോക്കാം. എക്സാമ്പിൾ 33. ഷോ ദാറ്റ് ഇങ്ങനെ ബി പോലെ ഒരു സിമ്പൽ ആണ്. ഫ്രം R cross R to R given by ordered pair AB maps to maximum of set AB and ഒരു ക്യാപ്പ് തന്നിട്ടുണ്ട്. From R cross R to R given by ordered pair AB maps to minimum AB. അത് രണ്ടും ബൈനറി ഓപ്പറേഷൻ ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കേ, ആദ്യത്തേത് ഇതിനെ ഞാൻ ബി എന്ന് തൽക്കാലം വിളിക്കുകയാണ്. നമ്മുടെ ഓപ്പറേഷൻ ബി എന്നാണെങ്കിൽ ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന റിയൽ നമ്പറിലാണ് അല്ലെ. R cross R to R ആണ്. ഇതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്? ഓർഡേർഡ് പെയർ എ ബിയുടെ ഇമേജ് എന്ന് പറഞ്ഞാൽ ഈ എയിലും ബിയിലും മാക്സിമം, അതായത് വലുതാരാണോ അതാണ് അതിന്റെ ഉത്തരം. അപ്പൊ ഏത് റിയൽ നമ്പർ എടുത്താലും ഇപ്പൊ
1 2 എന്നുള്ള പെയർ എടുത്താൽ അതിന്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഓഫ് 1 and 2 എന്ന് പറഞ്ഞാൽ 2 ആയി അല്ലേ. അപ്പം 1 2 എന്ന ഉള്ള ഒരു പെയറിന് ഒറ്റ ഇമേജേ ഫോം ചെയ്യുള്ളൂ, അത് ഒരു റിയൽ നമ്പർ തന്നെ ആയിരിക്കുകയും ചെയ്യും. വേറെ ഒരെണ്ണം എടുത്തു, 3 2 3 2 എന്നെടുത്താൽ അവിടെ മാക്സിമം എന്ന് പറയുന്നത് 3 ആയി. അപ്പൊ അവിടെ എന്തായി, അവിടെ ഒരു യുണീക്ക് ഇമേജ് ഉണ്ട്, അതും ആറിനകത്ത് തന്നെയാണ്. അങ്ങനെ ഏത് പേരെടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അപ്പുറം ഒറ്റ ഇമേജ് ഉണ്ടാവും. അപ്പൊ അതൊരു ഫംഗ്ഷൻ ആകും, ബൈനറി ആകും. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം അതിന്റെ ആൻസർ? corresponding to a very ordered pair AB in R cross R, there exists a unique image maximum of set AB in R. So it is a function from R cross R to R and hence it is a binary operation. അടുത്തത് നമുക്ക് ക്യാപ്പ് എന്ന് പറഞ്ഞിട്ട് വേറൊരെണ്ണം പറയുന്നുണ്ട് അല്ലേ. അതെങ്ങനെയാ പറഞ്ഞേക്കുന്നേ? ഓർഡേർഡ് പെയർ എ ബി മാർക്സ് ടു മിനിമം ഓഫ് എ ആൻഡ് ബി ആണ് അല്ലേ. അവിടെ നമുക്കറിയാം ഏത് ഓർഡേർഡ് പെയർ റിയൽ നമ്പർ വെച്ച് ഫോം ചെയ്താലും അതിൽ നിന്നുള്ള മിനിമം ഒരെണ്ണം ഉണ്ടാവും തീർച്ചയായിട്ടും, അതും റിയൽ നമ്പർ തന്നെയായിരിക്കും. അപ്പൊ ഏത് ഓർഡേർഡ് പെയർ എ ബി എടുത്താലും അവിടെയും നമുക്കൊരു യുണീക്ക് ഇമേജ് കാണും. So corresponding to every ordered pair AB in R cross R, there exists a unique image minimum of A and B in R. Therefore, this cap is a function from R cross R to R and so it is a binary operation. അപ്പൊ ബൈനറി ഓപ്പറേഷൻ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പൊ എന്താ നോക്കേണ്ടത്? ബൈനറി ഓപ്പറേഷൻ ആണോ എന്ന് നോക്കാൻ അതൊരു ഫംഗ്ഷൻ ആണോ. എയിലുള്ള ബൈനറി ഓപ്പറേഷൻ ആണെങ്കിൽ എ ക്രോസ് എയിൽ നിന്നും എയിലോട്ടുള്ളൊരു ഫംഗ്ഷൻ ആണോ എന്ന് നോക്കിയാൽ മതി. എന്ന് പറഞ്ഞാൽ എല്ലാ ഓർഡേർഡ് പെയർസിനും കറസ്പോണ്ടിങ് ആയിട്ട് അപ്പുറേ ഒറ്റ ഇമേജ് ഉണ്ടോ എന്ന് നോക്കണം. ഏതെങ്കിലും ഒരു പെയറിന് ഇല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ഫംഗ്ഷൻ അല്ല, അങ്ങനത്തെ കേസിൽ അത് ബൈനറി ആവത്തില്ല. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. വീണ്ടും നമുക്ക് കാണാം. നമസ്കാരം.